പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SIB അഥവാ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ ടച്ച് സ്ക്രീനിൽ ഉടൻ പണം നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ATMനെ കുറിച്ച് ഒട്ടും അറിയാത്തവർക്കായിട്ട് ചില കാര്യങ്ങൾ ആദ്യം തന്നെ പറയാം. ഇതാണ് ATMന്റെ സ്ക്രീന്. ഇതിൽ വരുന്ന ഓപ്ഷനുകളിൽ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഏതൊരു ട്രാൻസാക്ഷനും നടത്താനാവുക. ഇതാണ് ATMന്റെ ATM കാർഡ് ഇൻസർട്ട് ചെയ്യുന്ന ഭാഗം. ഇതെങ്ങനെയാണ് ഈ കാർഡ് ഇൻസർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ പിന്നെ കാണിക്കാം. അതിന്റെ തൊട്ടിപ്പുറത്തായി കാണുന്ന ഭാഗമാണ് ATMന്റെ കീപാഡ്. ഈ കീപാഡിലാണ് നമ്മൾ ഏതൊരു നമ്പറുകളും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ATM കാർഡിന്റെ പിന്ന്, അതേപോലെ അക്കൗണ്ട് നമ്പർ, അതേപോലെ ക്യാഷ്, ATM കാർഡിലുള്ള നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ കീപാഡിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഈ ഭാഗത്തു കൂടെയാണ് ATMൽ നിന്ന് എന്തെങ്കിലും റെസിപ്റ്റ് നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരിക. പക്ഷേ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ സാധാരണയായിട്ട് റെസിപ്റ്റുകൾ ലഭിക്കാറില്ല. എന്നാലും ഞാൻ അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതേപോലെ നമുക്ക് മെഷീനിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് വരുന്ന ATMന്റെ ക്യാഷ് മൗത്ത് ഇതാണ്. ഇനി ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നത് ഞങ്ങൾ അറിയിക്കുന്നതിനായിട്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഇപ്പുറത്തായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഒപ്പം അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങളുടെ ATM കാർഡ് ഇതുപോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ടത്. ATM കാർഡിന്റെ ആ ചിപ്പ് ഭാഗം മുകളിൽ വരത്തക്കവണ്ണം ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് സ്ക്രീനിൽ നിർദ്ദേശം വരുമ്പോൾ മാത്രമേ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. കാർഡ് ഇൻസർട്ട് ചെയ്തതും തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് സ്ക്രീനിൽ വന്നിരിക്കുന്നത്. സ്ക്രീനിന്റെ ഏറ്റവും താഴെയായി വന്നിരിക്കുന്ന ആ മലയാളം എന്ന ഓപ്ഷനിൽ ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്യുക. ഇപ്പൊ അടുത്തതായിട്ട് ബ്ലൂ കളറിലും ഗ്രീൻ കളറിലും രണ്ട് ഓപ്ഷനുകൾ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അതിൽ മുകളിൽ കാണുന്ന ആ നീല കളറുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് അതിൽ ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്യുക. അതിൽ പ്രസ് ചെയ്തതും തന്നെ നമ്മുടെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ATM കാർഡിന്റെ ആ 4 അക്ക പിന്ന് അഥവാ ട്രാൻസാക്ഷന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാസ്വേഡ് അത് മെഷീനിന്റെ കീപാഡിൽ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതും തന്നെ കുറെ ഓപ്ഷനുകളുള്ള ഇങ്ങനെയൊരു സ്ക്രീനാണ് വരിക. അതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന ആ ഉടൻ പണം എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായി ആ ഉടൻ പണം എന്ന ഓപ്ഷനിൽ ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്യുക. അതിൽ പ്രസ് ചെയ്തതും തന്നെ കുറെ സംഖ്യകളുള്ള ഈ സ്ക്രീനാണ് വരിക. ഇതിൽ 100, 500, 1000, 1500, 2000, 3000, 5000, 10000 ഇങ്ങനെ കുറച്ച് ഓപ്ഷനുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ക്യാഷ് ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിലുള്ള ക്യാഷ് ഒന്നുമല്ല നമുക്ക് വേണ്ടത്. ഇതിൽ കൂടുതലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സംഖ്യയോ ഒക്കെയാണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്യാഷ് എടുക്കാവുന്നതാണ്. അതിന് വേറെ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു വിശദമായൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം വരുന്ന തമ്പനെയിലിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ എനിക്ക് ഇതിൽ ഒരു 2000 രൂപയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലുള്ള ആ 2000 എന്ന ഓപ്ഷനിൽ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ ട്രാൻസാക്ഷനുള്ള റെസിപ്റ്റ് വേണോ എന്നാണ് ഇവിടെ സ്ക്രീനിൽ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ SIBയുടെ ATMൽ സാധാരണയായിട്ട് റെസിപ്റ്റ് ലഭിക്കാറില്ല. അതുകൊണ്ട് വേണം എന്നതിൽ പ്രസ് ചെയ്താലും ശരി, വേണ്ട എന്നതിൽ പ്രസ് ചെയ്താലും ശരി നമുക്ക് ക്യാഷ് ലഭിക്കുന്നതാണ്. പക്ഷെ റെസിപ്റ്റ് ലഭിക്കില്ല. ഞാനിപ്പോൾ ഇവിടെ ആ വേണ്ട എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുന്നു. അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്തതും തന്നെ എനിക്ക് വേണ്ട 2000 രൂപ ഇപ്പം മെഷീൻ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞതും തന്നെ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെയാണ് ക്യാഷ് പുറത്തേക്ക് വരിക. അപ്പൊ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ATM കാർഡും മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.